വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഹെയർ കെയർ ടിപ്സിൻ്റെ. അപ്പം എനിക്ക് നല്ല റെസ്പോൺസ് വന്നു. എനിക്ക് 3 days കൊണ്ട് തന്നെ ഏകദേശം 800 അടുത്തൊക്കെ വ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരോടും ഒത്തിരി താങ്ക്സും പറയാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു സന്തോഷ വാർത്ത പറയുന്നത് എൻ്റെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയി. അതും എനിക്ക് വലിയൊരു കാര്യമാണ്. അറിയാം, നിങ്ങൾക്ക് വലിയ കാര്യമുള്ള കാരണം 1 million 10 million ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കത് വലിയൊരു കാര്യമാണ് 100 സബ്സ്ക്രൈബേഴ്സ് ആവാന്ന് പറയുന്നത്. ഇനി 1000ഉം അതുപോലെ 100K ഒക്കെ പെട്ടെന്ന് ആവട്ടെ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എന്നോട് ചോദിച്ചു മുടി പൊട്ടി പോകുന്നതിന് എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ മെഡിസിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രിക്കോഷൻസ്, നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എന്താ പറയുക, ഒരു കെയർഫുള്ളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പം അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹെയർ ഞാൻ പറഞ്ഞതുപോലെ ചിക്ക് കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നിങ്ങളിപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ചിക്ക് കളയാൻ പറ്റിയില്ല, നിങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ ചിക്ക് കളയാൻ പറ്റുന്നുണ്ടെങ്കിലും അത് നല്ലതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ താഴേന്ന് മേലോട്ട് പയ്യെ പയ്യെ കളഞ്ഞു വന്ന് നല്ലതുപോലെ സ്മൂത്ത് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ മുടി കെട്ടി വെക്കുക. അപ്പം കെട്ടി വെക്കുമ്പം നമ്മൾ മുടി കിടന്നുറങ്ങുമ്പോഴാണെങ്കിലോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് മുടി ഡാമേജ് ആവില്ല. അപ്പം നല്ലതുപോലെ ഇപ്പം പിന്നി ഇടുന്നവർക്കാണെങ്കിൽ പിന്നി ഇടാം, അല്ല അബ്ബൺ കെട്ടുന്നവർക്കാണെങ്കിൽ അങ്ങനെ കെട്ടി വെക്കുക കേട്ടോ. ട്വിസ്റ്റ് ചെയ്ത് അബ്ബൺ കെട്ടുകയാണെങ്കിൽ നല്ലതാണ്. എനിക്ക് അങ്ങനെ നല്ലതായി തോന്നിയിട്ടുണ്ട്. മുടി പൊട്ടുന്നത് എനിക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോൾ ചിക്ക് കളയുമ്പോഴും നിങ്ങൾ എന്തെങ്കിലും ഒരു സിറം അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെയർ മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സിറോ അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാം. ഒരുപാടല്ല, സ്കാൽപ്പിലല്ല, ലെങ്ത്തിൽ മാത്രം അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ. നിങ്ങൾ ചിക്ക് കളയുമ്പോൾ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് മുടി ഇങ്ങനെ ഓയിൽ ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സിറം വെച്ചിട്ട് നല്ലതുപോലെ നീറ്റ് ആക്കുന്നത് നമുക്ക് ഈ ഒരു മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നീട് നമ്മൾ പറയുന്നത്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്താണ്. ചിലരും കിടക്കുന്ന സമയത്ത്, ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ ഉറങ്ങുന്ന സമയത്തൊക്കെ മുടി അഴിച്ചിട്ട് ബെഡിൽ അങ്ങനെ തൂക്കിയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ കിടക്കരുത്. നമ്മൾ ആ കിടക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ എണീക്കുമ്പോൾ ചിലപ്പോൾ. അപ്പം നമ്മൾ തിരിഞ്ഞു കിടക്കാം, മറിഞ്ഞു കിടക്കാം, നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകാനായ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ പില്ലോലൊക്കെ ഒരുപാട് മുടി നമ്മൾ വലിഞ്ഞിട്ടായിരിക്കും പൊട്ടിപ്പോകുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നല്ലതുപോലെ മുടി ടൈറ്റ് ആക്കി കെട്ടി സെക്യൂർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പിന്നീട് നെക്സ്റ്റ് പറയുന്നത്, നിങ്ങളിപ്പം സ്ക്രഞ്ചീസ് അതുപോലെ തന്നെ ഹെയർ ക്ലിപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നല്ല ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കില്ലേ, അങ്ങനത്തെ മെറ്റീരിയൽസിൻ്റെ സ്ക്രഞ്ചീസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ റബ്ബർ ബാൻഡ്സ് പോലെ മുടി നല്ലതുപോലെ അതിനകത്ത് കുടുങ്ങി പോവില്ലേ, അങ്ങനത്തെ അല്ലാണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഈ ക്ലോത്ത്സ് വെച്ചിട്ടുള്ളത് ഉണ്ടാവില്ലേ, അപ്പം സാറ്റിൻ്റെ മെറ്റീരിയൽ, അങ്ങനത്തെ സ്ക്രഞ്ചീസ് നിങ്ങൾ മുടിയിൽ യൂസ് ചെയ്യുക. അപ്പം നമുക്കത് എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് മുടി ഉടക്കൂല, നമുക്കങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നല്ല സുഖമാണ് നമുക്ക് കെട്ടിക്കഴിയുമ്പോൾ. അപ്പം അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും കുളി കഴിഞ്ഞ ഉടനെ നിങ്ങൾ മുടി വന്നിട്ട് നല്ല പച്ചമുടി വന്നിട്ട് കൈ കൊണ്ടൊന്നും മുടി ചിക്കളയാനും നിൽക്കരുത് കേട്ടോ. അതൊന്ന് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം കൈ വെച്ചിട്ട് ഒരു വിത്ത് സപ്പോർട്ട് ഓഫ് എന്തെങ്കിലും സിറം എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് പയ്യെ ചിക്കളയുക. അതിന് ശേഷം മാത്രം കോംബ് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ വന്നിട്ട് ഇപ്പം വിടവില്ലാത്ത ചീപ്പ് ഉണ്ടാവുമല്ലോ, നൈസായിട്ടുള്ള ചീപ്പ്, അതുകൊണ്ടൊന്നും വന്നിട്ട് ചീകരുത്. അങ്ങനെ ഒരു മുടി പൊട്ടിപ്പോവും. നല്ലതുപോലെ നിങ്ങളുടെ കൈ വെച്ച് ചിക്കളയുക. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പുള്ള ചീപ്പ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ അങ്ങനത്തെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ നല്ലപോലെ കൈവച്ച് ചിക്ക് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ചെറിയ ചീപ്പ് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ ഇതെല്ലാം കൂടെ വലിക്കുമ്പോൾ നിങ്ങൾക്ക് തലേന്ന് വേദനയ്ക്കും മുടി പൊട്ടിപ്പോവുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ
സ്പ്ലിറ്റ് എൻഡ്സിന് മാത്രമല്ല ഹെയർ ലെങ്ത് നമ്മളിപ്പോൾ കണ്ടീഷൻ ചെയ്ത പോലെയൊക്കെ ആക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പാക്ക് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ പഴം ഉണ്ടാവില്ലേ, നമ്മുടെ ചെറുപഴം, റോബസ്റ്റ പഴം, ആ പഴം എടുക്കുക, അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക, കുറച്ച് ഹണി ഒഴിക്കുക. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഹണി ഒഴിക്കാൻ മുടി നരച്ചു പോലെയെന്ന്. ഹണി മാത്രം ഒക്കെ നല്ല മുടിയിൽ വീണാലോ കേട്ടോ നരയ്ക്കുള്ളൂ. എന്തിൻ്റെയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നരയ്ക്കൊന്നുമില്ല. ഇത് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ മണ്ടിയിലൊന്നും കൊണ്ട് തേക്കരുത്, ഇവിടെ മാത്രം നമ്മുടെ ഈ സ്കാൽപ്പൽ അല്ലാതെ നമ്മുടെ ഹെയർ ലെങ്ത്. എന്നിട്ട് നമ്മൾ ഈ ഹെയർ ലെങ്ത് ഇല്ലേ ഇവിടെ നല്ലതുപോലെ തേച്ച് പിടിച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ കഴുകിക്കളയാം. അപ്പം നല്ലൊരു സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ. കണ്ടീഷണർ ഇട്ട പോലെ നല്ലൊരു സ്മൂത്ത് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റഫായിട്ടിരിക്കില്ല. പിന്നീട് വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഷാംപൂ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്നൊക്കെയാണോ ഷാംപൂ ചെയ്യുന്നത് അന്ന് നിങ്ങൾ എന്താണെങ്കിലും തലയിൽ നല്ലതുപോലെ ഓയിൽ ചെയ്തിരിക്കണം കേട്ടോ. അല്ലാതെ ഈ ഓയിലി അപ്പം അല്ലാതെ നിങ്ങൾ വെറുതെ പോയിട്ട് തല കഴുകുമ്പോൾ മുടി ഓൾറെഡി ഇപ്പം ഡ്രൈ ആയിട്ടുള്ള മുടിയുള്ളവരുണ്ടായിരിക്കും. അങ്ങനെ വരുന്നവർക്ക് ഒന്നും കൂടെ ഡ്രൈ ആക്കുമ്പോൾ പിന്നെയും മുടി പൊട്ടിപ്പോവും. അല്ല കുറച്ച് ഓയിലി ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓയിലി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല ഓയിലി ആയിട്ടിരിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. അല്ലാതെ ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഓയിൽ ചെയ്തതിന് ശേഷം മാത്രം ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് മാത്രം നിങ്ങൾ വാഷ് ചെയ്ത് കളയാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതുപോലെ മുടി പൊട്ടിപ്പോകാനായിട്ട് പറ്റും. പിന്നത്തെ കാര്യം, ഷാമ്പു ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷാമ്പു ഒരിക്കലും ഡയറക്റ്റ് തലയിലോട്ട് അപ്ലൈ ചെയ്യരുത്. ഒരു വെള്ളത്തിൽ എന്തെങ്കിലും കലക്കി ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മുടിയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുക. അപ്പോഴും നമ്മുടെ മുടി അല്ലെങ്കിൽ ഹെയർ കുറച്ച് എന്താ പറയുക ഫ്രിസിനെസ് കുറച്ച് ഡ്രൈ ആക്കൽ കുറച്ചിട്ട് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാനത് റിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.